ഗുഡ് മോർണിംഗ്. സോളോ ട്രക്ക് ലൈഫ് ഷാജുവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ലോറിയിലെ പാചകമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട തീരുമാനത്തിലാണുള്ളത്. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് എഫ്പിയുടെ നൂഡിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് നമ്മുടേതായ സ്റ്റൈലിലൊരു ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു പാചകമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറെടുത്ത് ഒന്ന് കഴുകിയിട്ട് ഓൾറെഡി കഴുകി വെച്ചതാണ്. അപ്പോൾ ചെറിയ രീതിയിലൊരു കഴുകലും കൂടി കഴുകാം. അപ്പോൾ അടുപ്പ് കത്തിക്കണം. അതിലേക്ക് വേണ്ട ഒരു കഷ്ണം ഉള്ളി, ഇനി ഒരു തക്കാളി കൂടി ഇടുന്നുണ്ട്, ഒരു പച്ചമുളക്, സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുണ്ട് ചെറിയതായിട്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളും എന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക, സഹകരിക്കുക, ഒന്നും വിചാരിക്കരുത്. അപ്പം അതിലേക്കായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കൊപ്രമില്ലിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ്. പാപ്പിനിശ്ശേരിയിലെ കുറ്റിപ്പുറം ശുദ്ധമായ വെളിച്ചെണ്ണ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ പാപ്പിനിശ്ശേരിയിലെ കുപ്രമില്ലിൽ. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പ്, തക്കാളി, കട്ടിംഗ് ബോർഡ് എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഈ കയ്യിൽ വെച്ച് മുറിക്കേണ്ട ബുദ്ധിമുട്ട് വരുന്നത്. ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങണം. ഇവിടെ നോക്കി അടുത്ത് കടയൊന്നുമില്ല, കട്ടിംഗ് ബോർഡൊക്കെ നോക്കുന്ന കടയില്ല. പച്ചമുളക്, അതൊക്കെ ഇട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. എന്നാൽ പിന്നെ വഴറ്റുമ്പോഴത്തേക്ക് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾക്ക് ഈ മെയിൻ മസാലയും അതുപോലെ മൂഡ് മിക്സ് മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അടുത്തത് മെയിൻ മസാല. ഒന്ന് ഇളക്കണം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, വെള്ളം കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മസാലകൾ നല്ലോണം തിളക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയാൽ അതിൻ്റെ കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 മുട്ടയാണ്. 2 മുട്ടയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും മുട്ട പൊളിക്കലും ഇതായ പറ്റാത്തതുകൊണ്ട് മുട്ട ഇതിലേക്ക് ആഡ് ചെയ്തായിട്ട് നിങ്ങൾക്ക് മുട്ട കാണാൻ പറ്റും. അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് കൊത്തി വെക്കാം, ഒന്ന് പറ്റുന്നത് വരെ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് അത് വെള്ളം വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. ഒരുവിധം നൂഡിൽസ് നല്ല റെഡിയായി വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൊത്തി വെച്ചിട്ട് ചെറുതായിട്ട് അടിക്ക് പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ തീ കുറച്ച് വെക്കുക. നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇനി ബാക്കി മൂടി വെച്ചാൽ അതിൻ്റെ വെള്ളം വറ്റിയതായിരിക്കും. അപ്പോൾ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾക്ക് ആവശ്യത്തിന് ഇത് സെർവ് ചെയ്ത് കഴിക്കാം. അങ്ങനെ നമ്മുടെ നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് അത്യാവശ്യം ചൂടുണ്ട്, അത് ചൂട് കുറഞ്ഞാൽ കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ലോറി ജീവിതത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.